പറയേണ്ടത് പറയേണ്ട ആള് പറയേണ്ട ഇടത്ത് പറയുന്നത് പോലെ പറയുമ്പോഴാണ് അയാളെ ഉശിരുള്ളവരെന്ന് വിളിക്കുന്നത്. വി.ഡി. സതീശൻ ഓരോ കാര്യത്തിനും ഉത്തരം പറയാറുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ അന്ന് തന്നെ നടപടിയെടുത്തു. തെറ്റ് പറ്റാം, പക്ഷെ തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുന്നതാണ് അന്തസ്സ്. അത് മനസ്സിലാക്കും, സംവിധായകർ മനസ്സിലാക്കും. വോട്ടാണ്. പക്ഷേ അത് വേണ്ട എന്ന് പറയാൻ ചില സമയങ്ങളിലെങ്കിലും കോൺഗ്രസ് ആർജവം കാട്ടി. അതുകൊണ്ടാണല്ലോ SDP പിണങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി 2 ആഴ്ച നിരന്തരം ഡീലിനെ കുറിച്ച് പറയുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കാനാവുന്നില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്, ഒരാഴ്ചയാണ് ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രചാരണ രംഗം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിരിക്കുന്നു. എന്ത് സ്ട്രാറ്റജിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് പയറ്റാൻ പോകുന്നത്? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തോട്ട്. കാരണം പല വിഷയങ്ങളിലും അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. വി.ഡി. സതീശൻ ശക്തമായ രീതിയിൽ തന്നെയാണ് സംവാദത്തിന് വിളിച്ചു. വികസന വിഷയത്തിലൊക്കെ തന്നെ വികസനത്തിൻ്റെ പേരിൽ സംവാദത്തിന് തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഓൺലൈൻ മാർഗത്തിലൂടെ സംവദിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കുവാൻ മുന്നിലുണ്ട്. എന്താണ് അങ്ങയുടെ നിരീക്ഷണം? ഓരോ വിഷയങ്ങളെടുത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയലോഗ് ആഗ്രഹിക്കുന്നത് എപ്പോൾ? ഒരു ഡിഫൻസീവ് ഡയലോഗ് ആരും ആഗ്രഹിക്കില്ല. ഇല്ല, ഫ്രം എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ. വി.ഡി. സതീശൻ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്. ഒരു ഡയലോഗ് തയ്യാറാണോ? ഇതാദ്യം തുടങ്ങിയത് ഒരു സംവാദമായാലോ, വികസനം അജണ്ടയായി വെച്ചുകൊണ്ട് ഒരു സംവാദമായാലോ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് പ്രതിപക്ഷ നേതാവ് മുന്നിൽ വന്ന് വെല്ലുവിളിക്കുകയാണ്. ഒരു സംവാദം, എന്നിട്ട് സമയവും നേരവും പറഞ്ഞാൽ മതി, സ്ഥലവും പറഞ്ഞാൽ മതി, ഞാൻ തയ്യാർ എന്ന് പറയുമ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള സംവാദമല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഫേസ്ബുക്ക് വഴിയോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയോ ഉള്ള ഒരു സംവാദം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നേരിട്ട് അവർ 2 ചങ്കിൻ്റെ ഒരു കരളുറപ്പ്, ചങ്കുറപ്പെന്നോ കരളുറപ്പെന്നോ പറയാവുന്നത് കാട്ടേണ്ട സമയത്ത് അത് കാട്ടുന്നുവോ എന്നതാണ്. വേണമെങ്കിൽ മറിച്ചും പറയാം. ഇങ്ങനെയുള്ള വെല്ലുവിളികൾക്ക് മറുപടി പറയേണ്ട ഉണ്ടോ? അതായത് ഈ പലപ്പോഴും നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ, ചന്ദ്രൻ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കും, കുറുനരികളും നായ്ക്കളും ഓലിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലയോ ശ്വാന എന്താണ് താങ്കൾ കാട്ടുന്നത് എന്ന് ചന്ദ്രൻ ഒരിക്കലും തിരിഞ്ഞു നിന്ന് ചോദിക്കാറില്ല. അങ്ങനെ വാദിക്കുന്നവരുമുണ്ട്. അപ്പോൾ പ്രതിപക്ഷങ്ങൾ നിരന്തരം ആക്ഷേപം ഉന്നയിക്കും. അതിനെല്ലാം മറുപടി പറഞ്ഞ സംവാദത്തിലൂടെ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ എന്നത് ഒരു ലക്ഷ്യം. പക്ഷേ ചില കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതുണ്ട്. സേയിങ് ഇൻ ഇംഗ്ലീഷ്, സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. അല്ലേ? പറയേണ്ടത് പറയേണ്ട ആള് പറയേണ്ട ഇടത്ത് പറയുന്നത് പോലെ പറയുമ്പോഴാണ് അയാളെ ഉശിരുള്ളവരെന്ന് വിളിക്കുന്നത്. ശരിയാണ്. അല്ലാതെ ഇരട്ടച്ചങ്കർ എന്ന പ്രയോഗം കൊണ്ട് മാത്രം ഉശിര്, അതൊരു പേപ്പർ വർക്കാണ്, PR വർക്കാണ്. അത് പോരാ എന്നതാണ്. അവിടെയാണ് വി.ഡി. സതീശൻ ഒരു ബ്രാൻഡാണ്. സ്വയം കൾട്ടിവേറ്റ് ചെയ്തെടുത്ത, സാഹചര്യങ്ങൾ പരുവപ്പെടുത്തിയെടുത്ത, വലിയ സമര പാരമ്പര്യമൊന്നും ഇല്ലാത്തതും, എന്നാൽ ഇപ്പോൾ കാര്യമായ വെല്ലുവിളി നടത്താൻ വാക്ധോരണികളിലൂടെ ഗിഫ്റ്റ് ദ ഗ്യാബ് അദ്ദേഹത്തിന് സ്വന്തമാണ്. അപ്പോൾ അതിൽ ഒരു സംവാദത്തിലൊക്കെ വി.ഡി. സതീശനെ വെല്ലാൻ മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് കഴിയുമോ എന്നതാണ്. പിന്നെ വസ്തുതാപരമായി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ടേംസിലാണ് ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കൈരളി ചാനൽ, ദേശാഭിമാനി ന്യൂസ് പേപ്പർ, അതിൻ്റെ ലേഖകരുമായി അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളുമായി മാത്രം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ദീർഘനേരം പറയുകയും മറ്റുള്ള ചോദ്യങ്ങളോട് ഒരു അസഹിഷ്ണുത കാട്ടി പെട്ടെന്ന് അവസാനിപ്പിച്ച് പോവുകയാണ്. പിന്നെ തിരിച്ചൊരു ഉൾവിളി പോലെ തിരിച്ചു വന്ന് വീണ്ടും വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നൽകുന്ന ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇപ്പം കടക്ക് പുറത്തു എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും, അത് വീട്ടിൽ പോയി ചോദിച്ചില്ല എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നല്ല ഒപ്റ്റിക്സ് അല്ല നൽകുന്നത്. അതുകൊണ്ട് അതൊരു പിണറായി ശൈലിയാണ് എന്ന് പറയാമെങ്കിലും നിർണായക സമയത്ത് ചില ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രതിപക്ഷങ്ങൾ ചോദിക്കുന്നത് പത്രപ്രവർത്തകർ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അങ്ങനെയാണല്ലോ വേണ്ടത്. ശരിയാണ്. മാധ്യമപ്രവർത്തനം അങ്ങനെയാണ്.
ഒന്ന്, ശബരിമലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറക്കേണ്ടതുണ്ടോ? നടപടികൾ, നിങ്ങളുടെ പാർട്ടിക്കാർ എടുത്ത ചില നിലപാടുകൾ, തീരുമാനങ്ങൾ, കാര്യങ്ങൾ, ഇതിൽ നിങ്ങളെന്താണ്, ഇത് പത്മകുമാറിനെ ഉൾപ്പെടെയുള്ള ആളുകളെ എന്ത് ചെയ്തു, സമയത്തിന് ചെയ്തു? ആ ചോദ്യം ഉദിക്കുന്നില്ല, ആ ചോദ്യത്തിന് ഉത്തരവില്ല, ഇപ്പോഴും ഉത്തരവില്ല. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്ന ഒഴുക്കൻ മറ്റുള്ള മറുപടി അല്ല പറയേണ്ടത്. ഞങ്ങളുടെ പാർട്ടി നിലപാടെടുത്ത് ഒരു നിലപാടെടുത്തു, തീരുമാനമെടുത്തു. വി.ഡി. സതീശൻ ഓരോ കാര്യത്തിനും ഉത്തരം പറയാറുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ അന്ന് തന്നെ നടപടിയെടുത്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. ചിലപ്പം ഇൻഡയറക്റ്റ് ബന്ധമൊക്കെ ഉണ്ടാകാം, പക്ഷെ അല്ലാതെ നേരിട്ട് ബന്ധമില്ല. അത് പറയാൻ സാധിക്കുന്നുണ്ടല്ലോ. അതെ. അത് മാത്രമല്ല, ഈ കായംകുളം MLA-ക്കെതിരെ സംസാരിച്ച, മോശപ്പെട്ട പ്രയോഗം നടത്തിയ ആളെ കൃത്യമായി മുസ്ലിം ലീഗ് പുറത്താക്കി. UDF തള്ളിപ്പറഞ്ഞു. സ്ഥാനാർത്ഥി M. ലിജു തള്ളിപ്പറഞ്ഞു. പ്രതിഭയ്ക്കെതിരെ പരാമർശം നടത്തിയ ആളാണ്. നിലപാടുണ്ട്, അത് ചെയ്യുകയും ചെയ്തു. അവിടെ അതേ സമയത്ത് പ്രതിപക്ഷത്തിനെതിരെ ആരോപണമുണ്ടാകാം. സ്ത്രീ വിഷയം വന്ന PK ശശി പോലെയുള്ള ആളുകൾക്ക് എങ്ങനെ UDF പട്ടികയിൽ ഇടം ലഭിച്ചു? അപ്പോൾ ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതിന് മറുപടി UDF പറഞ്ഞോളും. പക്ഷേ LDF-നോട് ചോദിക്കുന്ന മറുപടി പ്രധാനമായും പറയേണ്ടത് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഒഴിയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെ പറയും. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ ഉമ്മൻചാണ്ടി ആ വിഷയം സമാനമായ സാഹചര്യത്തിൽ 10 വർഷം മുൻപ് ഉമ്മൻചാണ്ടി അത് കൈകാര്യം ചെയ്ത രീതിയും ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്ത രീതിയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ എവിടെയോ ദുരൂഹതകളുണ്ട്. ഫോർത്ത് റൈറ്റ് ഒരു അപ്രോച്ച് പ്രതീക്ഷിക്കുന്നിടത്ത് ഒരു ഹാഫ് മെഷേഴ്സ്, അല്ലെങ്കിൽ എല്ലാം ഒരു തനിക്ക് തെറ്റ് പറ്റില്ല, തന്നെ വിശ്വസിച്ചേ പറ്റൂ എന്ന മട്ടിൽ പറയുകയും ഉത്തരങ്ങൾ അർത്ഥോക്തിയിൽ നിർത്തുകയും ചെയ്യുന്നു. ശബരിമല വിഷയത്തിൽ സമാനമായ രീതിയിലാണ്. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള മാറ്റി നിർത്തി ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ആചാര സംരക്ഷണമായിട്ട് എങ്ങനെയാണ് സത്യവാങ്മൂലം കൊടുത്തത്? ഒറിജിനൽ നിലപാട് തെറ്റി എന്ന ചിന്തയുണ്ടോ? ആദ്യം എടുത്ത് 2019 നിലപാട് തെറ്റി എന്ന ചിന്തയുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയുന്നില്ല. ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ നിലപാട് തെറ്റി എങ്കിൽ തെറ്റി എന്ന് പറയാനുള്ള ആർജവം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതെ, പുരോഗമനത്തിൻ്റെ പേരിൽ ആചാര സംരക്ഷണത്തെ മാറ്റി നിർത്തേണ്ടതില്ല എന്നതാണ്. തങ്ങൾ ആ തെറ്റ് തിരിച്ചറിഞ്ഞു. അപ്പം തെറ്റ് പറ്റാം, പക്ഷെ തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുന്നതാണ് അന്തസ്സ്. അത് മനസ്സിലാക്കും, സംവിധായകർ മനസ്സിലാക്കും. അല്ലാതെ അതിനെ ഒന്ന് തമസ്കരിക്കുക, മെല്ലെ പോവുക, അതൊക്കെ ഒട്ടും നല്ല ഓപ്റ്റിക്സ് അല്ല. അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഉൾപ്പെട്ട വിവാദങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേന്ദ്രത്തിൽ BJP-യുടെ ഒരു സ്നേഹസ്പർശം മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി നിരന്തരം ഉയർത്തുന്നത്. ശരിയാണ്. ഇന്ത്യ മുന്നണിയിലെ പങ്കാളികളാണെന്ന് ഓർക്കണം CPM-ഉം കോൺഗ്രസും. കഴിഞ്ഞ ദിവസവും കേരളത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം അതാണ്. BJP wants പിണറായി വിജയൻ ടു ബി ദ ചീഫ് മിനിസ്റ്റർ. ട്രംപ് കൺട്രോൾസ് മോദി, മോദി കൺട്രോൾസ് പിണറായി. എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു, ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധിയെ എന്ത് വിളിച്ചാലും, പല പേരുകളിൽ വിളിച്ചാലും ശരി, ഈ പറയുന്ന കാര്യത്തിലൊരു ഉത്തരമുണ്ടോ? അപ്പോൾ അവിടെയാണ് അതിനെ ബേസ് ചെയ്താണ്. ശബരിമലയുടെ വിഷയത്തിൽ ലോകം എമ്പാടും നടന്ന് വിശ്വാസത്തെക്കുറിച്ചും സംരക്ഷണത്തിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ഇവിടെ വരുമ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് സ്വർണം കെട്ടതിനെക്കുറിച്ച്, അതിൻ്റെ ആരോപണം പ്രധാനമായും വരുന്ന ഇടതുപക്ഷത്തിനാണല്ലോ, അതിനെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അപ്പോൾ പിണറായിക്കെതിരെ CPM-നെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ന്യായമായ ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നിങ്ങളുടെ വീട്ടിൽ, അതിനുള്ള ഉത്തരമാണോ തർക്കോത്തരമാണോ എന്നറിയില്ല. താങ്കളുടെ വീട്ടിൽ ചെന്ന് തിരക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയെ കാണാൻ പോറ്റി അടൂർ പ്രകാശിനോടൊപ്പം ചെന്നതാണ് പറയുന്നത്. താങ്കൾക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബന്ധമില്ലേ എന്ന ചോദ്യം തർക്കോത്തരം മാത്രമാണ്. ഞങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഉത്തരമുണ്ട്. അപ്പം ഇവിടെയൊക്കെ പ്രതിരോധത്തിലാവുന്ന പിണറായി. അപ്പം അവിടെയാണ് ഇരട്ടച്ചങ്കൻ്റെ ഒരു ചങ്ക് മാറ്റി വെച്ചിരിക്കുകയാണോ, അതോ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്തെങ്കിലും ഒരു മാജിക് പ്രയോഗത്തിലൂടെ 2 ചങ്കുമായി വിളങ്ങി നിൽക്കാനാണോ എന്നതിനെക്കുറിച്ചാണ് ആശയക്കുഴപ്പം. ഇപ്പോൾ SDPI ബാന്ധവം സംബന്ധിച്ചുള്ള വിഷയവും ചർച്ചയായിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. നിയമത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്നപ്പോഴാണ് അത് പറഞ്ഞത്.
മറുവശത്ത് ഇത്തരത്തിൽ ജമാഅത്തയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നേരത്തെ തന്നെ കത്തിക്കുകയുണ്ടായി. അപ്പോൾ ഈ SDPI ബന്ധം അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുവാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. വല്ലാതെ പാളിയിരിക്കുന്നു, വല്ലാതെ പാളി. CPM-ൻ്റെ ബലം, അന്തസ് എന്ന് പറയുന്നത് വർഗീയ സംഘടനകളുമായി, വർഗീയതയെ താലോലിക്കുന്ന നിലപാട് സമയസമയം എടുത്ത സംഘടനകളുമായി അകലം പാലിക്കുകയും വെളിപ്പാടുകൾ നിർത്തുകയും ചെയ്യുക എന്നതാണ്. ചെയ്യുക എന്നത് മാത്രമല്ല, അത് ഉറച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇവിടെ SDPIയുടെ സംസ്ഥാന നേതൃത്വം പറയുകയാണ്, നിയമമണ്ഡലത്തിൽ SDPIയുടെ പിന്തുണ CPM ചോദിച്ചു, തങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. അവർ ചോദിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം SDPIക്കില്ല, അല്ലെങ്കിൽ തങ്ങൾ അങ്ങനെയല്ല എന്ന് പറയാൻ ഒരു കാരണവും നിരത്താൻ കഴിയുന്നില്ല. അതിനെ അങ്ങ് ഇവേഡ് ചെയ്തു പോവുകയാണ്. അങ്ങനെ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പറയുന്നു SDPI പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറയുന്നത് ശരിയല്ല. ആരുടെയും ഒരു വോട്ടും മോശപ്പെട്ട വോട്ടല്ല. ജനാധിപത്യത്തിൽ നല്ല വോട്ട്, മോശപ്പെട്ട വോട്ട് എന്നൊന്നില്ല. എല്ലാ വോട്ടിൻ്റെ മൂല്യം ഒന്നാണ്. ഓൾ വോട്ട്സ് ആർ ഈക്വൽ. എല്ലാ സിറ്റിസൺസും അഭിമാനത്തോടു കൂടി വോട്ട് ചെയ്യുന്ന വോട്ടാണ്. അല്ലാതെ വർഗീയ വോട്ടെന്നൊരു വോട്ടില്ല, ജനാധിപത്യ വോട്ടെന്ന് പറഞ്ഞൊരു വോട്ടില്ല, മതനിരപേക്ഷ വോട്ടെന്ന് പറഞ്ഞൊരു വോട്ടില്ല. വോട്ട് വോട്ടാണ്. പക്ഷേ അത് വേണ്ട എന്ന് പറയാൻ ചില സമയങ്ങളിലെങ്കിലും കോൺഗ്രസ് ആർജവം കാട്ടി. അതുകൊണ്ടാണല്ലോ SDPI പിണങ്ങിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ പറഞ്ഞു SDPIയുടെ വോട്ട് വേണ്ട, ഒരു ബന്ധവും ഇല്ല. അവർ പക്ഷേ UDF വോട്ട് ചെയ്തു. അതേസമയം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഒന്നും പറഞ്ഞില്ല. പക്ഷേ SDPIയും വെൽഫെയർ പാർട്ടിയും എല്ലാം വോട്ട് പാർക്ക് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ, അതായത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്. ജയിച്ചു വന്നപ്പോൾ 18,000 വോട്ട് ജയിച്ചു വന്നപ്പോൾ ആദ്യം തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയതും SDPI ഒക്കെ തന്നെയാണ്. അപ്പം ഇത് SDPI ബാന്ധവത്തിൽ ലഭിക്കുന്നത് ഏതാനും വോട്ടുകളാണ് മണ്ഡലത്തിൽ. മൊത്തം കണക്കെടുത്താൽ അതൊരു കണക്ക് കൂടെ നമുക്ക് നോക്കിപ്പോണം. കാരണം SDPI എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് വലിയ സിംഹമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൻ്റെ ഈ മുഴുവൻ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റിമറിക്കാനുള്ള ഒരു കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റി. ഏതാനും മണ്ഡലങ്ങളിലാണ് തുടങ്ങിയത്. 2009 തുടങ്ങിയതല്ലേ. 2011 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ എണ്ണം വളരെ തുച്ഛമായിരുന്നു. ഒരു 0.4% ഓഫ് ദ ടോട്ടൽ വോട്ടാണ് കേരളത്തിൽ മൊത്തത്തിൽ ലഭിച്ചത്. എല്ലാ മണ്ഡലത്തിലും മത്സരിച്ചതുമില്ല. ഇത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് SDPIയുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. 20 ലോക്സഭാ മണ്ഡലത്തിലും മത്സരിച്ച് 2,73,000 വോട്ട് SDPI നേടി. അത് 1.5% കൂടുതൽ വോട്ടാണ്. എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചു. അവിടെ തന്നെ 2-3 മണ്ഡലങ്ങളിലെ കാര്യമായ ഒരു പ്രഭാവം ചെലുത്താനും കഴിഞ്ഞു. അതൊരു നിർണായക കാര്യമാണ്. അത് അന്ന് ഈ BJPയുടെ കടന്നുവരവ്, ദേശീയ തലത്തിലെ BJPയുടെ കടന്നുവരവ് വലിയ രീതിയിൽ മുസ്ലിം സമുദായം ആശങ്കയോടെ നോക്കിയിരുന്ന ഒരു സമയത്താണ്. അപ്പോൾ മുഖ്യധാര മുസ്ലിം പാർട്ടി, മുസ്ലിം ലീഗിൽ നിന്നൊക്കെയുള്ള വോട്ടുകൾ SDPIയിലേക്ക് പോയിട്ടുണ്ടാവാം അന്ന്. അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും 1% എന്ന മാജിക് മാർക്ക് ടച്ച് ചെയ്തിട്ടില്ല. 2019 തെരഞ്ഞെടുപ്പിൽ, 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ മാത്രം മത്സരിച്ച് ഏതാണ്ട് 75,000-ഓളം വോട്ട് മാത്രമാണ് നേടിയത്. അത് 0.4% താഴെയാണ് SDPIയുടെ വോട്ട് പെർസെൻറ്റേജ്. അതുപോലെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ SDPIക്ക് കഴിഞ്ഞില്ല. തൊട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും SDPIയുടെ വോട്ട് ഷെയർ വളരെ കുറവാണ്. ഒരുപക്ഷെ കണക്കിൽ ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്നത് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. 102 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ SDPI കഴിഞ്ഞു. SDPIയുടെ പിന്തുണയോടുകൂടി, SDPI നേരിട്ടല്ല, പിന്തുണച്ച 102 സ്ഥാനാർത്ഥികൾ, അതിൽ 91 പേര് ഗ്രാമപഞ്ചായത്ത് ജയിച്ചവരാണ്. അതിൽ 8 പേര് നഗരസഭകൾ, വിവിധ നഗരസഭകളിലെ വാർഡ് കൗൺസിലേഴ്സാണ്. 2 സീറ്റുകൾ കോർപ്പറേഷൻ. അങ്ങനെ SDPI ഈ സമുന്നതരായ ആളുകളെ, അതായത് പ്രാദേശികമായി സ്വല്പം തലയെടുപ്പുള്ള ആളുകളെ നിർത്തി തങ്ങളുടെ സ്ഥാനാർത്ഥികളാക്കി അവതരിപ്പിച്ച്, അതെല്ലാവരും മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്ത ആളുകളുമുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത വ്യക്തിത്വങ്ങളുമുണ്ട്. അവിടെ ഒരു പ്രതിച്ഛായ അവിടെ നേടിയെടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്ന് പറയാനാവില്ല. പക്ഷേ ഇപ്പോൾ കർശനമായ വിലപേശൽ LDFുമായി നടത്തുന്നു. UDFുമായി വിലപേശൽ പറ്റില്ല എന്നൊരു ചിന്തയാണ്. മുസ്ലിം ലീഗുമായിട്ട് ദേ ഫെൽ ഔട്ട് വിത്ത് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ഒരു പാഠം പഠിപ്പിക്കാനല്ലേ മഞ്ചേശ്വരത്ത്
AKM അഷറഫ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നു, KM അഷറഫ് SDPIക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നല്ല ഈ ഒരു സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഒരു ഇനിഷ്യലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അപകടം മണന്ന് UDF സമീപിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്നും ശക്തമായ വിയോജിപ്പുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രനാണ് മഞ്ചേശ്വരത്ത്. ഈ മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ഈ മുസ്ലിം വോട്ടുകളെ പൊതുവെ തെറ്റായ രീതിയിൽ പറയാറുണ്ട്, ജനാധിപത്യ വോട്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ ജനാധിപത്യ വോട്ടെന്നല്ല, മതനിരപേക്ഷ വോട്ടെന്ന്. അങ്ങനെ ഒരു വോട്ടില്ല, എല്ലാ വോട്ടും മതനിരപേക്ഷ വോട്ട് തന്നെയാണ്. ഈ മതനിരപേക്ഷ വോട്ടുകൾ വിഘടിച്ചു പോകാതിരിക്കാൻ പിന്മാറി മഞ്ചേശ്വരത്തെ പിന്തുണ UDF എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ KM അഷറഫ് തിരിച്ചു പറയുന്നില്ല. സ്ഥാനാർത്ഥിയായി നിന്ന് വിഡ്രോ ചെയ്ത KM അഷറഫ് എങ്ങും തൊടാതെയാണ് തന്നെ പിൻവലിപ്പിച്ചതാര് എന്ന് കൃത്യമായി ഉത്തരം പറയുന്നില്ല. ഇതിനൊക്കെ ഉത്തരം CPM പറയേണ്ട അവസ്ഥയിലാണ്. മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികൾ KM ഷാജി ഉൾപ്പെടെ പരാജയപ്പെടുത്താൻ വേങ്ങരയിൽ ഷാജി മത്സരിക്കുന്നു. ആരാണ് ഷാജി? ഒരു തീവ്ര വികാരമുള്ള ഒരാളാണ്, മതമാണ് എല്ലാം എന്ന് പറഞ്ഞ ഒരു ചരിത്രമുള്ള ആളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥി വരുന്നു. ഇതെല്ലാം തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി മുൻപ് SDPI പ്രവർത്തകനായിരുന്നു എന്ന് പറയുമ്പോൾ ആ ബാന്ധവം ഇത് വിശദീകരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് പറയേണ്ടതുണ്ട് SDPIയുമായി ഒരു നീക്കുപോക്കുമില്ല. അപ്പോൾ SDPI വർഗീയ കക്ഷിയാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. അപ്പം അങ്ങനെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കാൻ കഴിയുക? പറയേണ്ടതുപോലെ പറയുന്നൊരു പാരമ്പര്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുണ്ടായിരുന്നത്. പിണറായി വിജയനും അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭരണത്തിൻ്റെ ഒരു ഭാരം, 10 വർഷത്തെ ഭരണത്തിൻ്റെ ഭാരം അദ്ദേഹത്തെ ചില നിർണായക വിഷയങ്ങളിൽ മൗനം പാലിക്കാൻ നിർബന്ധിതനാക്കിയോ? അതാണ് ചോദ്യം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായി തന്നെ നിലനിൽക്കും, ഈ SDPI വിഷയം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാതലായ വിഷയങ്ങൾ CPM ഇവിടെ ഇതിനകത്ത് ലാഭനഷ്ടങ്ങളുടെ കണക്കൂടെ നോക്കണം. CPM ആഗ്രഹിക്കുന്നത് എന്താണ്? വികസന വിഷയം ഡിസ്കസ് ചെയ്യപ്പെടുക. കാരണം വികസനത്തിൻ്റെ ചാർട്ടിൽ CPMന് അഭിമാനകരമായി അടയാളപ്പെടുത്താൻ LDFന് ഏടുകളുണ്ട് അല്ലേ? കറണ്ട് കട്ടില്ലാത്ത വർഷങ്ങൾ, ട്രാൻസ്പോർട്ടിനെ ലാഭത്തിലാക്കിയ വർഷങ്ങൾ, മന്ത്രിസഭയ്ക്ക് സ്റ്റെബിലിറ്റി ഉണ്ടായി, ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി, റോഡിൽ ടാർ വീണ വർഷങ്ങൾ. തെറ്റാണെന്ന് പറയാനാവില്ല. കേന്ദ്രം ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാനം സർവൈവ് ചെയ്തിരുന്നു. ട്രഷറി പൂട്ടാത്ത വർഷങ്ങൾ, ഇതെല്ലാം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച സർക്കാർ അല്ലേ, മുടങ്ങാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സർക്കാർ, ഒരു കരുതൽ. ഇതെല്ലാം തന്നെ വികസന വിഷയങ്ങളാണ്. ഇത് ചർച്ചയാകും എന്ന് പ്രതീക്ഷിച്ചിടത്താണ് ചർച്ചകളുടെ ഗതി മാറ്റി ഡീൽ എന്നത് കോൺഗ്രസ് കൊണ്ടുവരുന്നത്. ഡീൽ അതൊരു വലിയ വിഷയമായി. BJP CPM ഡീൽ ഇത് എക്കാലത്തും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആഴ്ചകളോളം തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി 2 ആഴ്ച നിരന്തരം ഡീലിനെ കുറിച്ച് പറയുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കാനാവുന്നില്ല. അപ്പോൾ മറുഡീലുണ്ട്, നിങ്ങളും BJPയുമായിട്ടാണ് ഡീൽ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളുണ്ട് കോലീബി, അതൊക്കെ വസ്തുതയാണ്. അത് എന്നാണ് 3 പതിറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പോഴും റെലവൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമാകുന്നില്ല. അപ്പോൾ ഇവിടെ ഡീല് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പം ഡീലെന്ന് പറയുന്നത് ഒരിക്കലും തെളിയിക്കാനാവില്ല. 10 മണ്ഡലങ്ങൾ ഡീലുണ്ടെന്നാണ് ആരാണ് കോൺഗ്രസിൻ്റെ നേതാവ് സതീശൻ പറയുന്നത്. ഈ 10 മണ്ഡലങ്ങൾ എണ്ണി പറയുന്നുമുണ്ട്, 7 എണ്ണം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മത്സരം അത് പാലക്കാട് ഉൾപ്പെടെ. അപ്പോൾ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഡീലുണ്ടെന്ന് പറയുന്നു. ഇത് ആരോപണം ഉന്നയിക്കാം, പക്ഷേ ഇത് മറുപടി പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതി കൃത്യമായ മറുപടിയിലേക്ക് CPMന് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ആക്ഷേപം. അതെ, തീർച്ചയായിട്ടും കൃത്യമായ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി. പലപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്ന കുറേയേറെ വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവിടെയൊന്നും തന്നെ സംശയത്തിൻ്റെ എല്ലാ ഇഴകളും മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിശദീകരണം കൊടുക്കാൻ അവർക്ക് സാധിക്കാറില്ല. അത് അവിടെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു സ്പർശനത്തോടു കൂടി അവർ അടിച്ചേൽപ്പിക്കുകയാണ് അവരുടെ വിശദീകരണം. പിന്നെ ഒരു ധാർഷ്ട്യം എന്ന ഒരു വാക്ക് തന്നെ ചിലരുമായി ചേർത്ത് വെച്ചാണ് ഇപ്പോൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്. അതെ, CPMൻ്റെ ഉന്നത നേതൃത്വവുമായി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി. ഈ പത്രപ്രവർത്തകരോടുള്ള സമീപനമാകട്ടെ, പൊതുജനങ്ങളോട് സമീപനമാകട്ടെ, ചോദ്യം ചോദിക്കുന്നവനോട് അനവസരത്തിലാണെങ്കിൽ പോലും അവൻ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിന് മറ്റെന്ത് വാക്കാണ് പറയുക? അപ്പം അവിടെ ഒരു പരസ്പര ബഹുമാനമില്ലാത്ത ഒരു എന്താ പറയുക, ഒരു മാടമ്പിത്തരത്തിനെതിരെ ഉള്ള പോരാട്ടമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പോരാട്ടം. ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയിരുന്ന കാലഘട്ടത്തിൽ പുരോഗമന ചിന്തയുമായി
ജാതി വ്യവസ്ഥയ്ക്കെതിരെ, വിവേചനത്തിനെതിരെ പോരാടിയിരുന്നവർ ഉപയോഗിക്കേണ്ട വാക്കല്ലല്ലോ ചെറ്റ എന്നോ ചെറ്റത്തരമെന്നോ. എത്രയെല്ലാം വാഴ്ത്തി പാടിയാലും ന്യായീകരിക്കാൻ ശ്രമിച്ചാലും പറഞ്ഞതാണ് ചെറ്റ എന്നത്. പാവങ്ങൾ താമസിക്കുന്ന കുടിലാണ് ഓലമേഞ്ഞ ചെറ്റപ്പുര, അവിടെ താമസിക്കുന്നവരെ ചെറ്റ എന്ന് പറയുന്നു. അതൊരു നേതാവ്, സമുന്നതനായ, തന്നോടൊപ്പം 60 വർഷത്തിലധികം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് അദ്ദേഹം ഇപ്പോൾ കളം മാറി ചവിട്ടിയിരിക്കുന്നു. പറയാവുന്നൊരു വാക്കാണോ ചെറ്റ എന്നത്? അപ്പോൾ ഇങ്ങനെയുള്ളത് വീൺ വാക്കല്ല. അതിനെ അപ്പോൾ അതേസമയം തോമസ് ഐസക് എത്ര കുലീനമായിട്ടാണ്, CPM-കാരൻ തന്നെയാണ് തോമസ് ഐസക്, എത്ര കുലീനമായിട്ടാണ് ഒരു വാക്കബദ്ധത്തിൽ കോമാളി എന്ന വാക്ക് പറഞ്ഞുപോയി. എത്ര ക്ഷമ ചോദിച്ചു. താൻ അത് മനഃപൂർവ്വം പറഞ്ഞതല്ല, അങ്ങനെ വീണുപോയി, ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അത് തോമസ് ഐസക്കിൻ്റെ മഹത്വമാണ് തരുന്നത്. പക്ഷേ പിണറായി വിജയൻ ഒരിക്കലും പറഞ്ഞത് തിരുത്താൻ, അതിനെ ധൈര്യമായി പറയുമ്പോൾ കൂടുതൽ മുഖം വികൃതമാവുകയാണ് ചെയ്യുക. അതാണ് ധാർഷ്ട്യത്തിൻ്റെ, ആ ധാർഷ്ട്യം താഴെ തട്ടിലേക്ക്, CPM-ൻ്റെ അണികളിലേക്കും ചെറുകിട നേതാക്കളിലേക്കും താഴെ തട്ടിലേക്കും എല്ലാം തന്നെ ആ ധാർഷ്ട്യത്തിൻ്റെ ഭാഷ വരുന്നു. മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളെ കേരളം നെഞ്ചിലേറ്റിയത് അവർ പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിന്നു. മാടമ്പിത്തരത്തിനെതിരെ ഏതവനാടാ എന്ന് ചോദിച്ചിരുന്നു. ആ ചോദിക്കുന്നതിനാണ് ധാർഷ്ട്യം. ഇപ്പോൾ ആരോടും ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ, അധികാരത്തിൻ്റെ ഭാഷയിൽ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ, ഈ വർഗബഹുജന സംഘടനകളുടെ തലപ്പത്തുള്ളവർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒരു നൈർമല്യം നഷ്ടപ്പെടുന്നു. ഇതൊരു ജനറൽ ട്രെൻഡാണ്. അത് കോൺഗ്രസ്സുകാർക്കും അതുപോലെയുള്ള കണ്ടേക്കാം. പക്ഷേ CPM-ൻ്റെ മുഖമുദ്രയായി അത് മാറുന്നു. CPI-യെക്കുറിച്ചോ മറ്റ് ഇടതുപക്ഷ കക്ഷികളെക്കുറിച്ചോ ആ ആരോപണമില്ല. CPM-നെ കുറിച്ചുള്ള ആരോപണമാണ്. ഇതിന് മറുപടി പറയാൻ കൂടുതൽ ധാർഷ്ട്യമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വികൃതമാവുകയാണ്. അല്ല, സാറ് നേരത്തെ പറഞ്ഞ പണ്ടൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും നിവർന്നു നിന്ന് ചങ്കൂറ്റത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അവിടെ ചങ്കൂറ്റമുണ്ട്, തൻ്റെ ഇടമുണ്ട്. പക്ഷേ ഈ ചങ്കൂറ്റവും തൻ്റെ ഇടവും ഒക്കെ തന്നെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും വഴിമാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. മുതലാളിമാരെ കാണുമ്പോൾ ഈ ചങ്കൂറ്റം ഇല്ലല്ലോ. അതായത് പറയുമ്പോൾ ചങ്ങാത്ത മുതലാളിത്തം, ക്രോണി ക്യാപിറ്റലിസം, അതാണ് ഈ CPM-നെ കുറിച്ച്, CPM-ൻ്റെ തകർച്ചയ്ക്ക്, ബംഗാളിൽ CPM-ൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് ചങ്ങാത്ത മുതലാളിത്തമാണ്. ടാറ്റയുടെ കമ്പനിക്ക് സിങ്ക് റോഡിലും നന്ദിഗ്രാമിലും ഒക്കെ കെമിക്കൽ ഹബ്ബ് ഉണ്ടാക്കാൻ, കാർ മാനുഫാക്ചറിങ് ഹബ്ബ് ഉണ്ടാക്കാൻ കർഷകരെ പറഞ്ഞു വിട്ടു. അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, അന്യാധീനപ്പെട്ടു. അപ്പോൾ CPM ഉയർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതിനെ പുല്ലുവില പോലും കൽപ്പിക്കാത്ത പ്രവർത്തനങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും അത് കാട്ടുന്നു. CPM അടിത്തറ നഷ്ടപ്പെട്ടു. ഒരു MLA ഇല്ല ബംഗാളിൽ, ഒരു MP ഇല്ല ബംഗാളിൽ. എങ്ങനെ നിന്ന പാർട്ടിയാണ്? ഒരു പതിറ്റാണ്ട്, 1.5 പതിറ്റാണ്ട് മുൻപ് ഭരണത്തിലുണ്ടായിരുന്നൊരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ, സമാനമായ രീതിയിലുള്ള അവസ്ഥ കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ? ഉണ്ടാകാൻ ഉടനെ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഭരണത്തിൻ്റെ ഒരു പ്രയോജനം താഴെത്തട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് പാർട്ടിക്കാരിലേക്ക് എത്തുന്നുണ്ട്, അല്ലാത്തവരിലേക്ക് എത്തുന്നുണ്ട്. അതൊരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. ഈ ധാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവും ഉണ്ടെങ്കിലും നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയുന്നവരാണ് മലയാളികൾ. അല്ലെ, അവർക്കൊരു സുസ്ഥിരമായ ഭരണം ഉണ്ടായി, ഒരു ക്രൈസിസിനെ നെഞ്ചുറപ്പോടെ നേരിട്ടു. ഭരണത്തിൽ കാര്യമായ കല്ലുകടികൾ ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരോപണം ഉണ്ടായെങ്കിലും മന്ത്രിമാരെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ എല്ലാം ഒരു മെറിറ്റ് ഉണ്ട്. അതെല്ലാം തന്നെ ചില വാക്കുകളിൽ, ചില സമീപനങ്ങളിൽ, ധിക്കാരമുള്ള പ്രയോഗങ്ങളിൽ തട്ടിത്തകരുന്നു എന്ന് പറയുമ്പോൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനത്തിൽ നിന്ന് മാറി നിന്നു എന്നത് പോലും വീൺവാക്കോ വിടുവായോ പറഞ്ഞു പോകുന്നത് കൊണ്ടാണോ സ്വരാജിനെ ഏൽപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി, സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നത്, തളിപ്പറമ്പ് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, അത് ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ ശ്രീകണ്ഠൻ്റെ ഭാര്യയും തുളസിയും സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരും സ്ഥാനാർത്ഥികളൊക്കെയാണ്. പക്ഷേ അത് കൈകാര്യം ചെയ്ത രീതിയുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, എതിർക്കുന്നു. കുഞ്ഞികൃഷ്ണൻ എതിർക്കുന്നു പയ്യന്നൂർ, അതുപോലെ ഗോവിന്ദൻ എതിർക്കുന്നു തളിപ്പറമ്പിൽ, സുധാകരൻ എതിർക്കുന്നു, സുധാകരൻ എതിർക്കുന്നു കായംകുളത്ത്, ആയിഷ പോറ്റി എതിർക്കുന്നു കൊട്ടാരക്കര. ഇതെല്ലാം ഒരു ത്രെഡിൽ നിന്ന് നോക്കിയാൽ വിവിധങ്ങളായ വിഷയങ്ങളാണ്. അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, പല വിഷയങ്ങൾ. സുധാകരൻ്റേത് അവഗണനയാണ്, ആയിഷ പോറ്റിയുടേത് സമാനമായ അവഗണനയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ CPM-ൽ നിന്ന് സംഭവിക്കുന്നു. CPM-ൻ്റെ ലോക്കൽ ലീഡർഷിപ്പ്, ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ഇതെല്ലാം തന്നെ പുനർവിചിന്തനം നടത്തേണ്ട അവരുടെ രീതികളെക്കുറിച്ച്, യഥാർത്ഥ്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, സ്വജനപക്ഷപാതത്തിൻ്റെ
പാർശ്വവൽക്കരണത്തിൻ്റെ രീതികളിൽ നിന്നും മാറിയാൽ ആ പ്രത്യയശാസ്ത്രത്തിൽ കാര്യമായ കുറ്റം ഒന്നും കേരളീയർ കാണുന്നതുമില്ല. അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിരയിലേക്ക് നോക്കുമ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പിണറായിയെ കുടുക്കിയിടാൻ അവർക്ക് സാധിച്ചു. അത് ഒരു സ്ട്രാറ്റജി വിജയം. ഇനി അങ്ങോട്ട് വിജയനെതിരായ വിജയത്തിന് വീണ്ടും തുടർ വിജയങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ കോൺഗ്രസിന്? അവരുടെ വിജയനെ വെല്ലാൻ ഉള്ള വൈഭവം ഉള്ള 3 പേരെങ്കിലും ഉണ്ട് എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘം ചേർന്ന് പിണറായി വിജയനെ ആക്രമിക്കാം. കാരണം ഒറ്റയാളാണ്. അതെ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരാളെ ഉള്ളൂ. അത് ശ്രീ പിണറായി വിജയനാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാളുണ്ടെങ്കിൽ മറ്റൊരാൾ വരില്ല. അതേസമയം കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി എന്നറിയില്ല. അപ്പോൾ അവിടെ തന്നെ ഈ ചെന്നായിക്കൂട്ടം പോലെ കോൺഗ്രസിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാൻ കഴിയും. അതവരുടെ മെറിറ്റാണ്. ഒരു ഡിബേറ്റ്, ഒരു തിരഞ്ഞെടുപ്പിന് അജണ്ട ഫിക്സ് ചെയ്ത്, ഒരു പൊളിറ്റിക്കൽ അജണ്ട ഫിക്സ് ചെയ്ത് ആർക്കാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ഇൻകംബൻസി അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകേണ്ടത്. ഒരു വികസന അജണ്ടയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആ അജണ്ടയിലേക്ക് പ്രതിപക്ഷത്തെ കൊണ്ടുവന്ന് അതിൽ തളച്ചിടാൻ മുഖ്യമന്ത്രി കഴിഞ്ഞില്ല. അതേസമയം പ്രതിപക്ഷം അഴിമതി എന്ന അജണ്ട ഏറ്റെടുത്തു. ഒരു സ്ട്രാറ്റജിയാണ് പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി. ആദ്യഘട്ടത്തിൽ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഈ ഡീൽ വിവാദം, മറ്റു ചില SDPI വിവാദം എന്നിങ്ങനെയുള്ള മറ്റു വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ജനം വിചാരിച്ചു ഇത് ശബരിമല എന്ന തുറുപ്പ് ചീട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പുറകെ പോവുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വന്ന് ആ തുറുപ്പ് ചീട് എടുത്ത് അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ശബരിമല ഒന്നുകൂടി തണുത്ത് തുടങ്ങിയിരുന്ന ശബരിമല വിവാദം ഒരിക്കൽ കൂടി ആളിക്കത്താൻ ഉള്ള ശ്രമമാണ്. അതുകൊണ്ട് ഈ ഷിഫ്റ്റ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ പോയിന്റുകളാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഭരണപക്ഷത്തിന് വികസനം മാത്രമാണ് പറയാനുള്ളത്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ, അഴിമതി, സ്വജനപക്ഷപാതം, ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഉന്നത നേതാക്കളെക്കുറിച്ച് പോലും അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ട് മാറിയിരിക്കുന്നു അഴിമതി എന്ന് സമർത്ഥമായി കേരളത്തോട് പറയാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നു. ഡീൽ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം BJP ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ നെഗറ്റീവ് പ്രോപ്പഗണ്ടയാണ്. അതായത് തങ്ങൾക്കെന്ത് ചെയ്യാനാവും എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ തമ്മിൽ ഡീലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ മാത്രമുള്ളൊരു മൂന്നാംകിട അടവാണ്. ഇതൊന്നും ഒരിക്കലും തെളിയിക്കാനൊക്കുന്ന കാര്യമല്ല. ഡീൽ ആരോപിക്കാമെന്നല്ലാതെ ഒരിക്കലും തെളിയിക്കാനൊക്കാത്ത ഒന്നാണ് ഡീൽ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പിന്നാലെ പോകുമെന്ന പ്രതീതി ഉണ്ടായപ്പോഴാണ് തിരിച്ച് കളം മാറി ചവിട്ടി ശബരിമലയിൽ ഉത്തരം പറയാൻ ഗവൺമെൻറ്റിന് കഴിയാത്തിടത്തോളം കാലം തീർച്ചയായും പിണറായി വിജയനും ഗവൺമെൻറ്റും പാർട്ടിയും CPM-ഉം LDF-ഉം പ്രതിരോധത്തിൽ തന്നെയാണ്. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയനെ അദ്ദേഹത്തിനെതിരായ ആരോപണ വിഷയങ്ങളിൽ തളച്ചിടുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിരിക്കുന്നു. VD സതീശനും കൂട്ടർക്കും കഴിഞ്ഞിരിക്കുന്നു. ഈവൻ രാഹുൽ ഗാന്ധി പോലും വളരെ മൂർച്ചയേറിയ അമ്പ് ഉപയോഗിച്ച് ഒരു ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ശബരിമല വിഷയം റീലോഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഡീൽ വിഷയത്തിലാണെങ്കിലും SDPI വിഷയത്തിലാണെങ്കിലും ശബരിമല വിഷയത്തിലാണെങ്കിലും ഒട്ടേറെ വിഷയങ്ങളുടെ ഒരു ശരങ്ങളുടെ വർഷമാണ് ഇപ്പോൾ എയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള വിഷയത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പിണറായിയും കൂട്ടരും എന്ന് പറയാൻ സാധിക്കില്ല. പിണറായിക്ക് ഒരു ആശങ്കയുണ്ട്, അങ്കലാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. ഇനി വരാൻ പോകുന്നത് ഒരാഴ്ച കൂടിയാണ്. ഈ ആഴ്ച എങ്ങനെയായിരിക്കും തങ്ങളുടെ സ്ട്രാറ്റജി പ്രതിപക്ഷം നിശ്ചയിക്കാൻ പോകുന്നത്? ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ അവർ കൈകാര്യം ചെയ്യും? ഇതിനെയൊക്കെ തന്നെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അതിനേക്കാൾ ഉപരി തങ്ങൾ ചെയ്ത വികസന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എങ്ങനെ ഭരണപക്ഷത്തിന് സാധിക്കും? ഒപ്പം നിർത്തുവാൻ തന്നോളം പോന്ന നേതാക്കളില്ലാത്തതിൻ്റെ വിഷമം ഇപ്പോൾ തീർച്ചയായും പിണറായി വിജയൻ അനുഭവിക്കുന്നുണ്ടാകും. പണ്ട് വെട്ടിനിരത്തിയവരുടെ ഗതിയോർത്ത് അദ്ദേഹം ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും. പക്ഷേ വൈകിപ്പോയല്ലോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ഉദ്വേഗജനകമായിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ വിഷയങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു എന്ന് വളരെ വളരെ ഉദ്യോഗത്തോടെ നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.